കയ്യേറ്റം ചെയ്യാൻ വേണ്ടി ശ്രമിച്ച വിഷയങ്ങളാണ്. ഞങ്ങളെ ആളെ പോയത് മലിനജലം ഒഴുക്കാനല്ല, അത് തടയാൻ പോയ ഞങ്ങളെ കൗൺസിലർമാർ, ഞാനും ചെയ്യുന്നവരെ നമ്മുടെ ജനങ്ങൾക്ക് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ കൂടിയിരുന്നപ്പോൾ ഒരു കൂട്ടം ആളുകൾ തടയാൻ വന്നു. അവരെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായില്ല. ഈ മലിനജലം ഒഴുക്കുന്നതിന് അനുകൂലമാണ് അവർ. ഞങ്ങളെതിരായി ചെയർമാനെ വിളിച്ചപ്പോൾ ചെയർമാനെതിരായി, വൈസ് ചെയർപേഴ്സൺ വിളിച്ച് അവരെതിരാണ്, സെക്രട്ടറി അല്ല സാർ, ഞാൻ സംബന്ധിച്ച് പറയുന്നതിന് ശേഷം എന്തെങ്കിലും അഭിപ്രായ പ്രതിപക്ഷ നേതാവ് പറയാം. ഞാൻ അതിന്റെ ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയാം. ഞങ്ങളതിലൊരു ഡിമാൻഡ് എന്താന്ന് പറഞ്ഞാല്, അന്ന് ഈ കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുകിയത് വാഗടാർ കണ്ടെത്തിയാണ്, ഇപ്പൊ മുനിസിപ്പാലിറ്റി കണ്ടെത്തിയല്ല. വാഗടാർ കണ്ടെത്തിയ ആ വിഷയം അത് എവിടെന്നാന്നുള്ള പരിശോധിക്കാൻ വേണ്ടി ഉദ്യോഗസ്ഥരും ചെയർപേഴ്സണും ഒക്കെ വന്നപ്പോൾ അങ്ങ് ഉൾപ്പെടെ കർശനമായ നിലപാട് സ്വീകരിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ ഒഴുക്കിയ വെള്ളം ചെക്ക് ചെയ്യാൻ തീരുമാനിച്ചാൽ ഈ രണ്ടും അവിടെ നടന്നിരിക്കണം. ഒന്ന്, എന്ത് നടപടിയാണ് അവർക്കെതിരെ എടുത്തത് അറിയാൻ താല്പര്യമുണ്ട്. ഇന്നലെ വരെ ഒരു നോട്ടീസ് ഞങ്ങൾക്ക് ഈ ആവശ്യപ്പെടാനുള്ളത്, ഈ കക്കൂസ് മാലിന്യം പുറത്തേക്ക് ഒഴുക്കിയവർക്കെതിരെ പ്രോസിക്യൂഷൻ നടപടി, ക്രിമിനൽ ഒഫൻസ് എടുക്കണം. അതിന് മുനിസിപ്പാലിറ്റി ഇന്നത്തെ കൗൺസിൽ യോഗം തീരുമാനിക്കും. രണ്ടാമത് അത് എഗ്രിമെന്റ് ടെർമിനേറ്റ് ചെയ്യണം. കാലങ്ങളായി 3 വർഷത്തോളമായി അവിടെ അലിഗേഷൻ നടക്കുന്ന വിവരങ്ങൾ കൗൺസിലിനും പുറത്തും ഞാൻ രേഖപ്രകാരം എഴുതി കൊടുക്കാം. രേഖപ്രകാരം എഴുതി കൊടുത്തിട്ട് പോലും അവരിങ്ങനെ വായനം. ആരാണ് അവരെ ഭയക്കുന്ന? ആരാണ്? ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഭയം, ഭരണക്കാർക്ക് ഭയം. ആ നിലപാട് ശരിയല്ല. അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണം, അവരെ ടെർമിനേറ്റ് ചെയ്യണം. ഈ 2 ആവശ്യമാണ് ഇന്നത്തെ കൗൺസിൽ ഞങ്ങൾ ഉന്നയിക്കുന്നത്. നിങ്ങളുടെ ഭാഗത്തുനിന്ന് 2 ആളുകൾക്ക് സമയം അനുവദിച്ചു, നിങ്ങൾ പറയുന്നത് കേട്ടു. പക്ഷെ കുഴപ്പമുണ്ടാക്കാനാണ് ധാരണമായെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടെങ്കിൽ അത് ഉദ്ദേശം പോട്ട. നിങ്ങൾക്ക് പറയുന്നത് നമ്മൾ കേട്ടു. പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഞങ്ങൾ വഴങ്ങി തന്നു. പെരുമാറ്റച്ചട്ടം അനുസരിച്ചിട്ട് അത്തരം ഒരു ചർച്ചയിലേക്ക് ഇപ്പൊ പോകണ്ടായെന്ന് പറയുന്ന സമയം പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ സമയത്ത് ഞങ്ങൾ അതിന് വഴങ്ങി തന്നിട്ടുണ്ട്. അതിനപ്പുറത്ത് UDF-ന്റെ നേതാവും കോൺഗ്രസിന്റെ നേതാവും എഴുന്നേറ്റ സമയത്തും അതിനും വഴങ്ങി തന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ ആളുകളും എഴുന്നേൽക്കുമ്പോൾ അത് വഴങ്ങി തരും എന്നുള്ള ഒരു ധാരണ പോകാൻ വേണ്ടി കഴിയും. അങ്ങനെ പറയാൻ വേണ്ടി കഴിയും. അതിനപ്പുറത്ത് നിങ്ങൾക്ക് ഒരു തോന്നിയ പോലെ അല്ലെങ്കിൽ യഥാസമയം യഥേഷ്ടം സംസാരിക്കാൻ വേണ്ടി നമ്മൾക്ക് സാധിക്കില്ല. അതിനെ സംബന്ധിച്ച് അതിലേക്ക് ഇന്നലെ രാവിലെ 10 മണിക്ക് പ്രതിപക്ഷ കൗൺസിൽ പ്രതിപക്ഷത്തിലുള്ള ലീഡർമാരുടെ യോഗം വിളിച്ചു. ആ യോഗത്തിൽ കരിമരത്തോടുമായി ഉണ്ടായിട്ടുള്ള വിഷയം ഉൾപ്പെടെ ഇനി കൗൺസിൽ നടപ്പിലാക്കാൻ പോകുന്ന വിഷയത്തെ സംബന്ധിച്ച് പൊതുവിൽ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ട് ചെയ്ത് ചർച്ച ചെയ്ത് നമ്മൾ വെച്ച റിപ്പോർട്ടിന്റെ മുകളിൽ കാര്യങ്ങൾ ചർച്ച ചെയ്ത് അംഗീകരിച്ചു. നമ്മൾ ഇതുവരെ എടുത്ത നിലപാടിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും നമ്മളും വ്യത്യാസമില്ലാതെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തിൽ മുമ്പോട്ട് പോകണം എന്നുള്ള ഉറച്ച തീരുമാനത്തിന്റെ മുകളിലാണ്. അതിൽ ഞങ്ങളുടെ നിലപാട് ഭരണപക്ഷത്തിന്റെ നിലപാടാണെന്നുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് വ്യക്തമായിട്ടും അവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അപ്പം നിങ്ങളുടെ നിലപാട് എന്താണ് എന്ന് ചോദിക്കുന്നതിൽ എന്താ ഞാൻ പറയട്ടെ അങ്ങനെ പൈസ മോശമല്ല. അങ്ങനെ പറഞ്ഞപ്പോഴും നമ്മൾ പറഞ്ഞു ഇനി ഇന്നതാണ് നടപ്പിലാക്കാൻ പോകുന്നത്. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പറഞ്ഞത് ചർച്ച ചെയ്യുന്ന സമയത്ത് അവിടുത്തെ അനധികൃതമായി കെട്ടിയുണ്ടാക്കിയിട്ടുള്ള 3 കക്കൂസ് അവിടെ പൊളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അതിനോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. ഏറ്റവും നല്ല കാര്യം എന്നുള്ളത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനമോ അല്ലെങ്കിൽ ഒരു ധാരണയിൽ പോയില്ലെങ്കിൽ ഇന്നലെ അവിടെ 3 കക്കൂസ് പൊളിക്കുമായിരുന്നോ? ഞങ്ങളുടെ ഉറച്ച തീരുമാനമാണ് അനധികൃതമായിട്ട് ഈ കക്കൂസ് മാലിന്യം ഈ നാഷണൽ ഹൈവേയുടെ പണിയുമായി ബന്ധപ്പെട്ട് അവർ നടക്കുന്ന സമയത്താണ് ഈ കക്കൂസ് മാലിന്യം അവിടേക്ക് ഒഴുകിയെത്തിയിരുന്നത്. ആ സമയത്ത് തന്നെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരും ഭരണപക്ഷത്തിലുള്ള ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അവിടെ സന്ദർശിച്ച് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ട് സ്വീകരിച്ചു. അവിടെ പൊളിച്ചു മാറ്റി പരിശോധിച്ചു. മുനിസിപ്പാലിറ്റിയുടെ അധീനതയിലുള്ള കക്കൂസ് മാലിന്യം അതിലേക്ക് പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കി ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉൾപ്പെടെ ഇറ്റാച്ച് കൊണ്ടുവന്ന് പൊളിച്ച് പരിശോധിച്ച് ഉറപ്പുവരുത്തി. 2-3 ദിവസം അടച്ചുപൂട്ടാൻ പറഞ്ഞു. സെറ്റ് ചെയ്ത് സാധനങ്ങൾ കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞു. ഞങ്ങൾ ഇടപെട്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ ഇടപെട്ട് സാധനങ്ങൾ അതിന് 6,300 ലിറ്റർ കൊണ്ടുപോയി. ഇതൊക്കെ ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മൾ പൊളിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ എന്താ സംഭവിച്ചത്? ഇന്നലെ നമ്മൾ വാഗാടിന്റെ യോഗം വിളിച്ച് യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് വിവരം വരുന്നത് അവിടെ ഈ വാഗാടുകാരായിരിക്കണം, നമ്മളാരുമല്ല, ഭരണപക്ഷ കൗൺസിലർമാരോ അതിന് ഉത്തരവാദപ്പെട്ട ആളുകളൊന്നും തന്നെ അതിന് അനുമതി കൊടുത്തിട്ടില്ല. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചർച്ച നടത്തിയില്ല. ഇന്ന് രാവിലെ നമ്മൾ ചർച്ച നടത്തി. ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥന്മാരെ വിളിച്ച് ചോദിച്ചു, നിങ്ങളിൽ ആരെങ്കിലും ആ വെള്ളം കരിങ്കലത്തോട്ടിലേക്ക് ഒഴുക്കുന്നതിന് അനുവാദം കൊടുത്തിട്ടുണ്ടോ എന്ന് ഓരോ JHIമാരോടും HIമാരോടും ചോദിച്ചു. ഒരാളും കൊടുത്തിട്ടില്ല. HS-നോട് ചോദിച്ചു, കൊടുത്തിട്ടുണ്ടോ? മൗനാനുവാദം കൊടുത്തിട്ടുണ്ടോ? ആരും കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആലോചിച്ചിട്ടോ അവർ അനുവാദം കൊടുത്തിട്ടോ എല്ലാം നടത്തിയിട്ടുള്ളത്. ചെയർമാൻ എന്ന നിലയ്ക്ക് എന്നോടോ വൈസ് ചെയർമാനോടോ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനോടൊന്നും തന്നെ ഇങ്ങനെ അതിലേക്ക് കരിമ്പനത്തോട്ടിലേക്ക് വെള്ളം ഒഴുക്കുന്നത് പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പ് തന്നെയാണ്. ഒരു കാരണവശാലും കരിമ്പനത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയതിനോട് ഞങ്ങൾക്കൊരു യോജിപ്പുമില്ല. നിങ്ങൾ പറഞ്ഞതുപോലെ ഞങ്ങൾക്കും അതിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. പ്രതിപക്ഷത്തുള്ള ഒരു കൗൺസിലർ എന്നെ വിളിച്ച സമയത്ത് എന്താ പറഞ്ഞത്? ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുമെന്നാണ് വാഗാടുകാരോട് പറഞ്ഞ് ഇപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു ആക്ഷേപം വന്നിട്ടുണ്ട്, ആള് കൂടുന്നുണ്ട്, അതുകൊണ്ട് എന്ത് ചെയ്യണം? അടിയന്തരമായ സ്റ്റോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അവകാശവാദം പറഞ്ഞ് ആൾ പിടിച്ചു എന്നുള്ളല്ലോ, അതൊന്നല്ല. അവിടെയുള്ള ഏതോ ഒരാള് പിന്നെ കൂട്ടിയതാണ് എന്നാണ് ഞാൻ അറിഞ്ഞ വിവരം. പറഞ്ഞു തീരട്ടെ. നിങ്ങൾ ഇങ്ങനെ ഒരു ജനാധിപത്യത്തിലെ പോലെ ഞാൻ പറയട്ടെ, എന്താണ് നിങ്ങളിൽ ആർക്കെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ മോശമായിട്ടുള്ള ഒരു പബ്ലിസിറ്റി നിങ്ങൾക്ക് ഒരു ചീഫ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ അതിലൊക്കെ ഇടപെടുന്നുണ്ടോ എന്നുള്ള പൊതുജനങ്ങളോടൊരു സംശയം.
കൗൺസിൽ യോഗം കൗൺസിലർമാർ ഞങ്ങളെ എല്ലാവരും ബഹിഷ്കരിച്ച് പുറത്തേക്ക് ഇറങ്ങിയത്. ഇവിടെ മാലിന്യവുമായി ബന്ധപ്പെട്ട് 2 നിലപാടാണ് വടകര നഗരസഭയുള്ളത്. സ്വന്തക്കാരായാലും ബന്ധക്കാരായാലുമൊക്കെ അവർക്കൊരു നിലപാട്, അല്ലാത്തവർക്ക് മറ്റൊരു നിലപാട്. ഇങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചപ്പോൾ ഞങ്ങളിന്ന് സഭയിൽ ആ വിഷയം ഉന്നയിച്ചപ്പോൾ അതിന് മറുപടി തരാതെ ധിക്കാരപരമായ രീതിയിലാണ് ചെയർമാൻ ഞങ്ങൾക്ക് പറയുന്നത്. ഞങ്ങളോട് അവർ പറയുകയാണ്, നിങ്ങളുടെ ഒരു നിലപാടിനോടും ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ്. ഇവിടെ നമുക്കറിയാം, ശുചിത്വ മാലിന്യവുമായി ബന്ധപ്പെട്ട്, ശുചിത്വ വടകരയുമായി ബന്ധപ്പെട്ട് നിരവധി അവാർഡുകൾ ഏറ്റുവാങ്ങിയ നഗരസഭയാണ്. അതൊക്കെ വ്യാജമാണ്, അതൊക്കെ കാപട്യമാണ്. ഇവിടെ വടകര പട്ടണത്തിലെ മാലിന്യം ഒഴുകുന്നത് 2 പ്രധാനപ്പെട്ട തോടുകളിലൂടെയാണ്. ഒന്ന് കരിമ്പനത്തോടിലൂടെ, മറ്റൊന്ന് അങ്ങാടിത്തോടിലൂടെ. ഈ അങ്ങാടിത്തോടിലൂടെയും കരിമ്പനത്തോടിലൂടെയും ഒഴുകുന്ന മാലിന്യങ്ങൾക്ക് കൃത്യമായ ഒരു അഴുക്കുചാൽ പദ്ധതി ഈ നാട് ഭരിച്ച 60ഓളം വർഷക്കാലം ഈ നാട് ഭരിച്ച ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടില്ല. ഈ കഴിവുകേട് മറച്ചു വെക്കാൻ വേണ്ടി അവർ ചിലരെ കൂട്ടിക്കൊണ്ടുവന്ന് ഞങ്ങളെ പ്രതിപക്ഷത്തുള്ള കൗൺസിലർമാരെ, പി കെ ജലാൽ സാഹിബ് ഉൾപ്പെടെയുള്ള കൗൺസിലർമാരെ ഇന്നലെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയാണ്. അവർക്കെന്താ നിലപാട്? ഇന്നലെ വാഗണിൻ്റെ ആളുകൾ കരിമ്പനത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കിയപ്പോൾ ആ ഒഴുക്കിയതിനെതിരെയാണ് ഞങ്ങൾ നിലപാട് സ്വീകരിച്ചത്. ആ നിലപാട് സ്വീകരിച്ച ജനപ്രതിനിധികളായ ഞങ്ങളെ ഇവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു. അത് എന്തിനാണെന്ന് ചെയർമാൻ ചോദിച്ചപ്പോൾ ചെയർമാന് മറുപടിയില്ല. ഇവർ കൂട്ടിക്കൊണ്ടുവന്ന ചില ഗുണ്ടകളാണ് അവർ ഞങ്ങളെ കയ്യേറ്റം ശ്രമിച്ചത്. ചെയർമാനോടും ഭരണപക്ഷത്തെ കൗൺസിലർമാരോടും ഇവിടുത്തെ പാർട്ടിക്കാരോടും പറയുന്നു, അങ്ങനെ ഭയപ്പെടുന്നവരല്ല ഞങ്ങൾ ഇവിടുത്തെ കൗൺസിലർമാർ. ഞങ്ങൾ ഓടിളക്കി കയറി വന്നതല്ല, ജനങ്ങളോട് വോട്ട് വാങ്ങി കയറി വന്നതാണ്. നെറികേട് കണ്ടാൽ പറയും. ഇവിടെ ഹെൽത്ത് ഉദ്യോഗസ്ഥന്മാർ ഇന്നലെ വന്നോ? 4 മണി മുതൽ ഞങ്ങളെല്ലാവരും അവിടെയുണ്ട്. 6:30 ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവിടെ എത്തുമ്പോൾ അതിനു മുമ്പ് മലിനജലം ഒഴുക്കുന്ന മോട്ടോർ ഓഫാക്കിയത് ഞങ്ങളുടെ കൗൺസിലർ, ചരൻ്റെ കൗൺസിലറാണ്. ഞങ്ങൾ ഓഫ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ചെയർമാൻ പറയുന്നത് ഞങ്ങൾ നേരത്തെ നിലപാട് സ്വീകരിച്ചതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവർ ഉള്ളിക്കൂടെ അതിന് ഒത്താശ ചെയ്തു. വാഗണിനോട് ഒഴുക്കി പണിയെടുക്കാൻ വേണ്ടി ഒത്താശ ചെയ്തു. അത് പിടിക്കപ്പെട്ടപ്പോൾ ഞങ്ങളാണ് അതിൻ്റെ പിന്നിലെന്ന് പറയുന്നത് ഉളുപ്പില്ലാതെയാണ് കൗൺസിലിനകത്ത് തെറ്റിദ്ധരിച്ച രീതിയിൽ പറയുന്നത്. ഇതേ നിലപാടുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ 1 ഇഞ്ച് വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ ശക്തമായി ഈ വടകരയിലെ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഞങ്ങൾ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ പുതിയ ബസ് സ്റ്റാൻഡ് ഒരു മാഫിയ സംഘത്തിന് വിട്ടുകൊടുത്തിരിക്കുകയാണ് വടകര മുനിസിപ്പാലിറ്റിയുടെ ഭരണപക്ഷം. അതാണ് നമ്മൾ കാണുന്നത്. ആ ഒരു കക്കൂസ് നിർബന്ധമായി നമ്മളെ പ്രതിപക്ഷ കൗൺസിലർമാരുടെ സമ്മർദ്ദത്തെ പ്രതിഷേധത്തോടാണ് 3 കക്കൂസ് മൂപ്പർ, അതായത് കരാറെടുത്ത വ്യക്തി നിർമ്മിച്ചത് പൊളിക്കാൻ തയ്യാറായത്. ഈ കക്കൂസിൽ നിന്നുള്ള മലിനജലം പുറത്തേക്ക് ഒഴുകുന്നില്ല, അത് അടച്ചു എന്നാണ് ഇന്നലെ കൗൺസിൽ പാർട്ടിയുടെ യോഗത്തിൽ ചെയർമാൻ പറഞ്ഞത്. പക്ഷേ അത് ശരിയല്ല. ഇന്നലെ ഫുള്ളായിട്ട് വെള്ളം, നല്ല കട്ട വെള്ളം അവർ കരിമനത്തോട്ടിലേക്ക് ഒഴുക്കിവിട്ടത്. കരിമനത്തോട്ടിലെ ആളുകളിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ആ പ്രതിഷേധമാണ് ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഏതായാലും ഈ ഒരു പ്രക്ഷോഭം ഇത് ഇവിടെ നിർത്താൻ പോകുന്നില്ല. ശക്തമായ പ്രതിഷേധവുമായി പ്രതിപക്ഷ കൗൺസിലർമാർ മുന്നോട്ട് പോകും. അതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ ഇത്രയും അടിയന്തര ഘട്ടത്തിൽ ഞങ്ങൾ കൗൺസിലേഴ്സ് അവിടെ പോയി ഈ കരിമനത്തോട്ടിലേക്ക് മലിനജലം ഒഴുക്കുന്നത് കണ്ട് അവിടെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഇവിടെ വടകര മുനിസിപ്പാലിറ്റിയിലെ അധികാരികളെ ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, ഉദ്യോഗസ്ഥരെയും അറിയിച്ചിട്ടുണ്ട്, ചെയർമാനെ അറിയിച്ചിട്ടുണ്ട്. 4:40 ഞങ്ങൾ അറിയിച്ചപ്പോഴും 6:30 ശേഷമാണ് ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥരെങ്കിലും അങ്ങോട്ട് വന്നിട്ടുള്ളത്. ആ സമയത്ത് ഞങ്ങൾ ഇവിടെയുള്ള ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിച്ചപ്പോൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് HS ഞങ്ങളെ അറിയിച്ച വിവരം എൻ്റെ ഉത്തരവാദിത്തമല്ല ഇത് എന്നാണ്. എഞ്ചിനീയറിംഗ് സെക്ഷനിലേക്ക് വിളിക്കാൻ പറഞ്ഞു. എഞ്ചിനീയറിംഗ് സെക്ഷനിൽ വിളിച്ചപ്പോൾ പറഞ്ഞത് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലേക്ക് അറിയിക്കാനാണ് പറഞ്ഞത്. ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിലർമാരെ പൊട്ടന്മാരാക്കി കളിക്കുന്ന വിധത്തിലാണ് ഇവിടെ നിന്നുള്ള ഞങ്ങൾക്കുണ്ടായിരുന്ന മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതേപോലെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിലിരിക്കുന്ന ചെയർമാൻ അടക്കമുള്ള ആളുകൾ പറഞ്ഞത് പ്രതിപക്ഷ കൗൺസിലേഴ്സ് ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടി ചെയ്തിരിക്കുന്നത്. അതിനർത്ഥം എന്താണ് ഞങ്ങൾ മനസ്സിലാക്കേണ്ടത്? ഇതുപോലുള്ള മലിനജലം കരിമനത്തോട്ടിൽ ഒഴുക്കാൻ ഇത്തരത്തിലുള്ള മൗനാനുവാദം ഇവിടുത്തെ ഉദ്യോഗസ്ഥരും ചെയർമാനും അടക്കമുള്ള ആളുകൾ നൽകി എന്നാണല്ലോ ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഞങ്ങൾ ഇവിടെ ജനപ്രതിനിധികളായി നിൽക്കുന്നിടത്തോളം കാലം ഇത്തരത്തിലുള്ള യാതൊരു
യാതൊരുവിധ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല. അതിനെതിരെ ശക്തമായി തന്നെ ഞങ്ങൾ പ്രതിഷേധമുണ്ടാകും. ഇവിടെ വെറും ബോർഡിലും വാക്കുകളിലും മാത്രം ഒതുങ്ങുന്നതാണ് ക്ലീൻ സിറ്റി എന്നുള്ള ഒരു വാക്ക്. ആ ക്ലീൻ സിറ്റി എന്ന ഇതിന്റെ മതിലിന് പുറത്തു പോലും വലിയ വെണ്ടക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടാണ് ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ കരിമനത്തോട് പോലുള്ള അവിടത്തേക്ക് ഒഴുക്കി വിടുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ഇതൊരു സൂചന മാത്രമാക്കിക്കൊണ്ട് നാളെ മുതൽ ശക്തമായ ഇവിടുത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥരടക്കം കൈയേറ്റം ചെയ്യുന്ന വിധത്തിലേക്കായിരിക്കും ഇനിയുള്ള പ്രതിഷേധം എന്ന് നിങ്ങൾ അറിയിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഈ പ്രതിഷേധം ഇവിടെ ഇത്തരത്തിൽ ഞങ്ങൾ വനിതാ കൗൺസിലേഴ്സിനെ അടക്കം ഇവർ കയ്യേറ്റം ചെയ്യുന്ന വിധത്തിലായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. അത് ഞങ്ങൾക്ക് അവർ വ്യക്തമാക്കണം. കാരണം ഇവിടെയുള്ള ആളുകൾ ആർക്കൊപ്പമാണ് എന്നുള്ളത്, ഈ മലിനജലം ഒഴുക്കുന്നതിന് അവർ മൗന അനുവാദം നൽകുകയാണോ എന്നുള്ളത്, അവിടെയുള്ള CPM പോലുള്ള പാർട്ടിക്കാർ അവിടെ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്കെതിരെയാണ് സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനർത്ഥം അവർക്ക് ആ മലിനജലം ആ കരിമനത്തോട്ടിലേക്ക് ഒഴുകിക്കോട്ടെ എന്നാണോ അവർ പറയുന്നതെന്ന് ഞങ്ങൾക്ക് അറിയണം. അതേപോലെ തന്നെ ചെയർമാൻ എന്തുകൊണ്ടാണ് ഇത് ചീപ്പ് പബ്ലിസിറ്റി എന്ന് തരത്തിലേക്ക് തരം താഴ്ന്ന് കൗൺസിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു മുതിർന്ന കൗൺസിലറാണ് ജലാൽഖാനോട് പറഞ്ഞിട്ടിരിക്കുന്നത്, നിങ്ങൾ മുതിർന്ന കൗൺസിലർ അടക്കം ഇത്തരത്തിലേക്കുള്ള സംസാരിക്കാൻ പാടില്ല എന്ന തരത്തിലേക്ക് ആണ് ചെയർമാൻ സംസാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമരത്തെ ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയിരിക്കണം എന്നുള്ള ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് മാത്രം പറയുന്നു. വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.